ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചർ ക്ലാസ് എടുത്തായിരുന്നല്ലേ? ടീച്ചർ ഈ സ്റ്റിക്ക് കൊണ്ട് ക്ലാസ് എടുത്തായിരുന്നല്ലേ? നിങ്ങൾ നമ്പേഴ്സ് എണ്ണാൻ പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? നമ്പേഴ്സ് ടീച്ചർ എണ്ണാൻ പഠിപ്പിച്ചു. ഇനി ടീച്ചർ എഴുതാൻ പഠിപ്പിക്കാൻ പോവാം. എല്ലാവരും ബോർഡിൽ നോക്കി. നമ്മൾ 10 വരെയല്ലേ നമ്മൾ പഠിച്ചത്? 1 തൊട്ട് 10 വരെ പഠിച്ചല്ലേ? എണ്ണാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു. സ്റ്റിക്ക് എടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് നമ്മൾ മാറ്റി മാറ്റി വെച്ച് എണ്ണാൻ പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം ഇതൊന്ന് കൗണ്ട് ചെയ്യാം. എല്ലാവരും ടീച്ചറിന്റെ ഒപ്പം പറഞ്ഞു വേണേ. ടീച്ചർ 1 പറയുമ്പോൾ നിങ്ങൾ 1 പറയണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, 1 2 3 4 5 6 7 8 9 10 വരെയല്ലേ നമ്മൾ പഠിച്ചത്? എഴുതാൻ പഠിച്ചല്ലേ? ഇനി ടീച്ചർ നമുക്ക് എല്ലാവർക്കും ഒരു ടൂർ പോയാലോ? ടൂർ പോകാം. നമുക്ക് എവിടെയാ പോകണ്ട ടൂറിന്? ഇപ്പൊ എല്ലാവരും വീട്ടിലിരിക്കുമല്ലേ? നമുക്ക് സ്കൂളിലേക്കൊന്ന് പോയാലോ? നമുക്ക് സ്കൂളിൽ നിന്ന് പോകാം. അപ്പൊ സ്കൂളിൽ കൊണ്ടുപോകുന്ന ആരാന്നറിയാവോ? നിങ്ങളെ ഇതുണ്ടോ, ഇത് 10 ഫ്രണ്ട്സ്. ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണേ. ഇത് 10 ഫ്രണ്ട്സ് ആണ്. ടീച്ചർ ഓരോ സ്ക്വയറിലും ഓരോ ഫ്രണ്ട്സിനെയാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കണേ. ഫ്രണ്ട്സ്, ഓരോ ഫ്രണ്ട്സ് 1 2 3 4 5 6 7 8 9 10 ഇത് ഓരോ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും. അതില് 1 എന്ന ഫ്രണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരെയും നിങ്ങളെ സ്കൂളിലെത്തിക്കും. എവിടെയാ? നിങ്ങളുടെ സ്കൂളിലെത്തിക്കും. നമുക്ക് എങ്ങനെയാ പോകുന്നത് നോക്കാവേ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്? 1. ഫ്രണ്ടിന്റെ പേരെന്താണ്? 1. ആ ഫ്രണ്ടിനെ നമുക്ക് ഏത് കളറിൽ എഴുതാം? യെല്ലോ കളറിൽ എഴുതാം. ഏത് കളറിലാണ്? യെല്ലോ. എല്ലാവരും പറഞ്ഞേ, യെല്ലോ. ടീച്ചർ 1 എന്ന ഫ്രണ്ടിനെ ഇവിടെ എഴുതു കേട്ടോ. കണ്ടോ? ഏതാണ് നമ്പർ? നമ്പർ 1. ഈ ഫ്രണ്ടിന്റെ പേരെന്താണ്? 1. ഈ ഫ്രണ്ടാണ് നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയാക്കുന്നത്. നമ്മളെല്ലാവരെയും എവിടെ കൊണ്ടുപോയാക്കും? സ്കൂളിൽ കൊണ്ടുപോയാക്കും അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണേ. 1. അപ്പൊ എഴുതുമ്പം എന്ത് ചെയ്യണം? നേരെ എഴുതണം. ഇതുപോലെ തന്നെ എഴുതണം. നിങ്ങൾ എഴുതാൻ പഠിക്കുമല്ലേ? നിങ്ങൾ നമ്പേഴ്സ് എഴുതാൻ പഠിക്കുമ്പോൾ നിങ്ങൾ നേരെ എഴുതി പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അപ്പൊ നമ്മൾ 1 എന്ന ഫ്രണ്ടിനെ നമ്മൾ ഈ സ്ക്വയറിൽ എഴുതി അല്ലേ? അപ്പം നമ്മള് വീണ്ടും ഈ 10 ഫ്രണ്ട്സിനെയും കൊണ്ടല്ലേ നമ്മൾ പോകുന്നേ? 3 ഫ്രണ്ട്സിനെയും കൊണ്ടാണ് എവിടെ പോകുന്നത്? സ്കൂളിൽ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫ്രണ്ട് ഏതാ? 1ന്റെ ഫ്രണ്ട് ഏതാ? 1 തന്നെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 1 ഓരോ ഫ്രണ്ടിന്റെയും കളറ് ബ്ലൂ ആട്ടോ. ബ്ലൂ ആണ്. ടീച്ചർ ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ നോക്കിക്കേ, 11 1 1 11. എല്ലാവരും പറഞ്ഞേ 1 1 11. ഏത് ഫ്രണ്ടിനെയാണ് നമ്മൾ വിളിച്ചത്? 1 എന്ന ഫ്രണ്ടിനെ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഈ 1 പറയും, 1 പറയും, 2വിനോട് പറയും എവിടെ പോകാന്ന് പറയും? സ്കൂളിൽ പോകാന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 2വിനെ വിളിക്കാൻ പോവാണേ. ആദ്യം എന്ത് ചെയ്യണം? യെല്ലോ കളറിൽ 1 എഴുതി. ടീച്ചർ എഴുതി. ഏത് ഫ്രണ്ടിനെ നമ്മൾ വിളിക്കുന്നേ? അടുത്ത ഫ്രണ്ട് ആരാണ്? 2. 1ന്റെ കൂടെ പോകേണ്ട ഫ്രണ്ട് ഏതാണ്? 2 ടീച്ചർ ബ്ലൂ കണ്ടെഴുതി. 2വിന്റെ കളർ എന്താണ്? ബ്ലൂ. പറഞ്ഞേ, ബ്ലൂ. വീണ്ടും 1 പറയും. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആളെ കൊണ്ട് പോകണ്ടേ? 1 2 12. പറഞ്ഞ എല്ലാവരും 1 2 12. അടുത്ത ഫ്രണ്ട് ആരാണ്? 1ന്റെ ഫ്രണ്ട് ആരാണ്? 3. പറഞ്ഞേ, 3. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 ഇവിടെ എഴുതണം. അടുത്ത ഫ്രണ്ട് ആരാണ്? 3 ടീച്ചർ ബ്ലൂ കളർ കൊണ്ട് എഴുതുക കേട്ടോ. അടുത്ത ഫ്രണ്ട് ആരാണ്? 3. അപ്പൊ നമ്മൾ എന്ത് വായിക്കും? 1 3 13. പറഞ്ഞേ, 1 3 13. അടുത്ത് ഏത് ഫ്രണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഫ്രണ്ടിന്റെ പേരെന്താണ്? 1നെ ഒരിക്കലും നമ്മൾ കൂട്ടുവിട്ടത് കേട്ടോ. കൂട്ടുവിടരുതേ. 1 ആണ് നമ്മളെ എവിടെ കൊണ്ടുപോകുന്നത്? സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, 1 ടീച്ചർ എഴുതി. അടുത്ത ഫ്രണ്ട് ആരാണ്? 3 കഴിഞ്ഞേതാ? 3 ആഫ്റ്റർ 4. പറഞ്ഞേ, 3 ആഫ്റ്റർ 4. ഫ്രണ്ടിനെ ടീച്ചർ ഇങ്ങോട്ട് എഴുതുവാണേ. നേരെ എഴുതണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അപ്പൊ എന്തായി? 14. 1 4 14. എല്ലാവരും പറഞ്ഞേ 1 4 14. ഇപ്പൊ ഈ ഫ്രണ്ടിൽ നമ്മൾ എവിടുന്ന് എടുത്ത്? ഇവിടുന്ന്. ഇപ്പൊ എളുപ്പമല്ലേ നമുക്ക് എഴുതാന്? പഠിക്കാൻ എളുപ്പമല്ലേ? 1 1 11, 1 2 12, 1 3 13, 1 4 14. അടുത്തതാരാ നമ്മളെ കൊണ്ടുപോകുന്ന? ആരാണ്? 1 അല്ലേ കൊണ്ടുവന്നേ. അപ്പൊ 1 നമ്മൾ ടീച്ചർ യെല്ലോ കളറിൽ എഴുതി. അടുത്ത ഫ്രണ്ട് ആണോ? 4 after 5. പറഞ്ഞേ 4 after 5. അടുത്ത ഫ്രണ്ട് ആരാണ്? 5. ടീച്ചർ 5 എഴുതുക കേട്ടോ. 5. പറഞ്ഞ എല്ലാവരും 5. 1 5 15. പറഞ്ഞേ 1 5 15. നെക്സ്റ്റ് നമ്പർ, അതായത് നമ്മള് അടുത്ത ഫ്രണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആരാണ് ടീച്ചർ പറഞ്ഞത്? 1 എന്ത് ചെയ്യണം? ടീച്ചർ യെല്ലോ കളർ എഴുതണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാട്ടോ എഴുതുന്നതേ. അടുത്ത നമ്പർ ഏതാ? നെക്സ്റ്റ് നമ്പർ ഏതാ? 5 after 6. 5 after 6. 6 ടീച്ചർ ബ്ലൂ കളറിൽ എഴുതുക കേട്ടോ. 6. പറഞ്ഞ എല്ലാവരും 1 6 16. 60 അല്ല കേട്ടോ, 16 എന്ന് പറയണം കേട്ടോ. 1 6 16. 1 6 16. നെക്സ്റ്റ് അടുത്ത ആരാ? നമ്മൾ ആരാ കൊണ്ടുപോകുന്ന? ആരാ? 1 എഴുതി. 6 after 7. പറഞ്ഞ എല്ലാവരും 6 after 7. 7 ടീച്ചർ ബ്ലൂ കളറിൽ എഴുതുവാണേ. 1 7 17. പറഞ്ഞ എല്ലാവരും 1 7 17. നെക്സ്റ്റ് ആരാ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന? ആരാണ്? 1നെ ഉപേക്ഷിക്കരുത് കേട്ടോ. 1നെ ഉപേക്ഷിച്ചാല് 1നോട് കൂട്ടി പെട്ടരുത് ആരും കേട്ടോ. 1 കൂടെ കൊണ്ടുപോകണം. 1. നെക്സ്റ്റ് നമ്പർ 7 after 8. എല്ലാവരും പറഞ്ഞേ, ഓൾ ഓഫ് യു സേ. എല്ലാവരും വെച്ച് പറഞ്ഞേ 7 after 8. 8 ടീച്ചർ ബ്ലൂ കളറിൽ എഴുതുവാണ്. 1 8 18. പറഞ്ഞേ 1 8 18. നെക്സ്റ്റ് അടുത്തത് ഏതാ നമ്പർ? നമ്മൾ എഴുതേണ്ടത് നമ്മുടെ കൂടെ വരുന്ന ആരാ? 1 എഴുതി. നെക്സ്റ്റ് നമ്പർ ഏതാ? 8 after 9. 8 after 9. 9 ടീച്ചർ ബ്ലൂ കളറിൽ എഴുതി. കണ്ടോ? 1 1 11. എല്ലാവരും ഒച്ച പറഞ്ഞേ 1 1 11. 1 2 12. 1 3 13. 1 4 14. 1 5 15. 1 6 16. 1 7 17. 1 8 18. 1 9 19. ഇവിടെ എത്തിയപ്പം നമ്മുടെ 1 മടുത്തു. ഇവരെ കൂട്ടിക്കൊണ്ട് പോയി നടന്നു മടുത്തു അല്ലേ? 1 തന്നെയല്ലേ കൂടെ വന്നിരിക്കുന്നേ. അപ്പൊ എന്ത് ചെയ്തു? 1 പറഞ്ഞു 2വിനോട് പറഞ്ഞു, 2വേ അടുത്ത് ഇനി പോകുമ്പോ നീ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആരാ സ്കൂളിൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 1 മടുത്തു. അപ്പൊ ആരെ അടുത്ത് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആരോട് പറഞ്ഞു? 2വിനോട് പറഞ്ഞു. അപ്പം നോക്കിക്കേ, 1 ഇവിടെ വന്നപ്പോഴത്തേക്കും മടുത്തു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? 1 after 2 അല്ലേ? 1 കഴിഞ്ഞാൽ ആരാണ്? 2 അല്ലേ? ഇപ്പൊ 2വിനെയാണ് നമ്മൾ അടുത്ത് കൂട്ടുപിടിക്കുന്നത്. 1 മടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 എഴുതുക ടീച്ചറെ. 2 എഴുതുക. അപ്പൊ 2 പറഞ്ഞു ഞാൻ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു സ്കൂളിൽ അല്ലേ? ഇത്രയും പേരെ കൊണ്ടേ ആക്കണ്ടേ, സ്കൂളിലാക്കണ്ടേ? അപ്പം 2 പറഞ്ഞു ഞാൻ ആക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ 1 മടുത്ത് പോയി കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ഏതാണ്? 0 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 0 20. അപ്പൊ സ്കൂളിൽ എത്തിയത് എത്ര പേരാണ്? 20. പറഞ്ഞ എല്ലാവരും 20. ഇതോട്ടോ നമ്മുടെ സ്കൂളാണിതേ. കണ്ടോ സ്കൂൾ? EMS സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ? അൽഫോൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാട്ടോ. ഇവിടെ എത്തിയത് എത്ര പേരെത്തി? 20. പറഞ്ഞേ 20. 2 0 20. എല്ലാവരും ഒച്ച പറഞ്ഞേ. 1 1 11. 1 2 12. 1 3 13. 1 4 14. 1 5 15. 1 6 16. 1 7 17. 1 8 18. 1 9 19. ഇനി ആരാ അടുത്തത്? ആരാന്നാ ടീച്ചർ പറഞ്ഞേ?
1 അടുത്തപ്പോ ആരെയാ അടുത്ത ആരെയാ ഏൽപ്പിച്ചിട്ട് പോയത്? 2വിനെ. 1 കഴിഞ്ഞാൽ ആരാണ്? 2. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ 2 ആട്ടോ കൊണ്ടുപോകുന്നേ. യാത്രയ്ക്ക് പോകുന്ന ആരാണ്? 2 ആണ്. എളുപ്പമാണ്. നമ്മൾ 1 എഴുതി, എന്നിട്ട് എന്ത് ചെയ്യണം? 1 ഇങ്ങോട്ട് എഴുതി. 1 ആയി. 1 വീണ്ടും എഴുതി, 2 എടുത്ത് ഇങ്ങോട്ട് എഴുതി. 12. 1 എഴുതി, 3 എടുത്ത് ഇങ്ങോട്ട് എഴുതി. 13. 1 എഴുതി, 4 എടുത്ത് ഇങ്ങോട്ട് എഴുതി. 14. 1 എഴുതി, 5 എടുത്ത് എഴുതി. 15. 1 എഴുതി, 6 എടുത്ത് ഇവിടെ എഴുതി അല്ലേ? 16. 1 എഴുതി, 7 എടുത്ത് ഇങ്ങോട്ട് എഴുതി. 17. 1 എഴുതി, 8 എഴുതി. 18. 1 എഴുതി, 9 എഴുതി. 19. 20. 20. 1 ഇത് എളുപ്പമാട്ടോ. 10, 20, അടുത്ത് 30. അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. ഓക്കെ, ഇത് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് ഒരു 3 പ്രാവശ്യമെങ്കിലും ടീച്ചർ പഠിപ്പിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.